വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയെ അമേരിക്കൻ സൈന്യം തടവിലാക്കിയതിനെ തുടർന്ന് ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ രാജ്യത്തിന്റെ ഭരണ ചുമതല വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ഏറ്റെടുത്തു. വെനസ്വേലൻ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച അടിയന്തര ഉത്തരവിനെ തുടർന്നാണ് ഈ സുപ്രധാന നീക്കം. വെനസ്വേലൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 233, 234 എന്നിവ പ്രകാരം പ്രസിഡന്റിന്റെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റിന് താൽക്കാലികമായി അധികാരം വിനിയോഗിക്കാമെന്ന വ്യവസ്ഥ മുൻനിർത്തിയാണ് കോടതി ഉത്തരവിറക്കിയത്. മഡുറോയുടെ വിശ്വസ്തതയും രാജ്യത്തെ ധനകാര്യ എണ്ണ വകുപ്പുകളിലെ ചുമതല വഹിക്കുന്ന കരുത്തറ്റ നേതാവുമായ ഡെൽസി അധികാരമേറ്റത് വെനസ്വേലൻ ജനതയ്ക്കിടയിലും അന്താരാഷ്ട്ര സമൂഹത്തിലും വലിയ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. അധികാരമേറ്റ ഉടൻ തന്നെ അവർ രാജ്യത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും അടിയന്തര ദേശീയ പ്രതിരോധ കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തു. അമേരിക്കയുടെ നടപടി വെനസ്വേലയുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണെന്ന് ദേശീയ പ്രതിരോധ കൗൺസിൽ യോഗത്തിൽ ഡെൽസി തുറന്നടിച്ചു. മറുഡോറയെയും പത്നി സലിയ ഫ്ലോറസിനെയും യാതൊരു ഉപാധികളുമില്ലാതെ ഉടനടി വിട്ടയക്കണമെന്ന് വെനസ്വേല ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു രാജ്യത്തിന്റെ തലവനെ കിടപ്പുമുറിയിൽ കയറി തട്ടിക്കൊണ്ടുപോകുന്ന അമേരിക്കൻ ശൈലിയെ വെനസ്വേലൻ ജനത ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും അവർ ആഹ്വാനം ചെയ്തു. ലാറ്റിൻ അമേരിക്കയിലെ ഇതര രാജ്യങ്ങൾ ഈ വിഷയത്തിൽ മൗനം വെടിയണമെന്നും മേഖലയിലെ സമാധാനം തകർക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. വർഷങ്ങളോളം മയക്കുമരുന്ന് കടത്തിന്റെ പേരിൽ വേട്ടയാടിയ ശേഷമാണ് ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെ US ഭീകരവിരുദ്ധ സേനയായ ഡെൽറ്റ ഫോഴ്സ് മഡുറോയുടെ വസതിയിൽ ഇടിച്ചു കയറിയത്. അതീവ രഹസ്യമായി ആസൂത്രണം ചെയ്ത സൈനിക നീക്കത്തിന് തൊട്ടു മുൻപ് വെനസ്വേലയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു. മഡുറോയുടെ വസതിയുടെ സുരക്ഷാ കവചങ്ങൾ തകർത്ത ശേഷം സൈന്യം അദ്ദേഹത്തെയും പത്നിയെയും തടവിലാക്കുകയായിരുന്നു. ഈ നടപടി സ്വീകരിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ നടത്തിയ ഈ പ്രഖ്യാപനം ലോകത്തെ വിസ്മയിപ്പിക്കുകയും ചെയ്തു. വെനസ്വേലയെ ഇനി അമേരിക്ക ഭരിക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രതിഷേധങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ന്യൂയോർക്കിലെ മാൻഹട്ടനുള്ള ഹെലിപോർട്ടിൽ എത്തിച്ച മഡുറോയെയും പത്നിയെയും പിന്നീട് സ്റ്റുവർട്ട് നാഷണൽ ഗാർഡ് ബേസിലെത്തിച്ച് വിശദമായ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. നിലവിൽ ബ്രൂക്ലിനിലെ അതീവ സുരക്ഷയുള്ള തടങ്കൽ കേന്ദ്രത്തിലാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ ലഹരി വിരുദ്ധ സേനയായ CIA മഡുറോയെ ചോദ്യം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. മഡുറോയ്ക്കെതിരെ അമേരിക്ക ചുമത്തിയിരിക്കുന്ന കുറ്റപത്രം അതീവ ഗുരുതരമാണ്. പതിറ്റാണ്ടുകളായി തുടരുന്ന നാർക്കോ ടെററിസം ഗൂഢാലോചന, അമേരിക്കയ്ക്ക് കൊക്കൈൻ ഇറക്കുമതി ചെയ്യാനുള്ള ശ്രമം, മാരകമായ യന്ത്രത്തോക്കുകളും സ്ഫോടക വസ്തുക്കളും കൈവശം വെക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. US-നെ അസ്ഥിരപ്പെടുത്താൻ ലഹരി മാഫിയകളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ചാണ് ഈ നേരിട്ടുള്ള സൈനിക നടപടിയെ വാഷിംഗ്ടൺ ന്യായീകരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ചേരിതിരിവ് രൂപപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയുടെ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇത് മേഖലയിലെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കുമെന്നും ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ഇനാനിയോ ലൂല ഡ സിൽവ പ്രതികരിച്ചു. ഐക്യരാഷ്ട്രസഭ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും വെനസ്വേലയുടെ സ്വയംഭരണാധികാരം സംരക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഉറുഗ്വേയും സൈനിക കടന്നുകയറ്റത്തോടുള്ള പ്രതിഷേധം അറിയിച്ചപ്പോൾ അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മിലെ തികച്ചും വിഭിന്നമായ നിലപാടാണ് സ്വീകരിച്ചത്. മഡുറോയുടെ പതനം ആഘോഷിക്കേണ്ടതാണെന്നും വെനസ്വേലയുടെ മോചനമാണ് ഇതെന്നും മിലെ പ്രസ്താവിച്ചു. ആഗോളതലത്തിൽ റഷ്യയും ഇറാനും ഈ വിഷയത്തിൽ അമേരിക്കയെ കടുത്ത ഭാഷയിൽ അപലപിച്ചു. ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ നേതാവിനെ തടവിലാക്കുന്നത് അന്താരാഷ്ട്ര മര്യാദകളുടെ ലംഘനമാണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനും ക്യൂബയും സമാനമായ രീതിയിൽ അമേരിക്കൻ നടപടി വിമർശിക്കുകയും വിഷയത്തിൽ അടിയന്തര അന്താരാഷ്ട്ര അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. ക്യൂബൻ പ്രസിഡന്റ് മിഗുവൽ ഡയസ് ക്യാനൽ ഇതിനെ സാമ്രാജ്യത്വ അധിനിവേശമായിട്ടാണ് വിശേഷിപ്പിച്ചത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ന്യൂയോർക്കിലെ കോടതിയിൽ മഡുറോയെ ഹാജരാക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഇതിന്റെ നിയമപരമായ വശങ്ങളിലേക്കാണ്. മഡുറോയുടെ അഭാവത്തിൽ ഡെൽസി റോഡ്രിഗസ് വെനസ്വേലയുടെ സൈന്യത്തെയും ജനങ്ങളെയും എങ്ങനെ ഏകോപിപ്പിക്കുമെന്നത് ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ്. അമേരിക്കയുടെ ഉപരോധങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കുമിടയിൽ വെനസ്വേലയുടെ സമ്പദ് വ്യവസ്ഥയും രാഷ്ട്രീയവും വലിയ ഒരു അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. UN സെക്യൂരിറ്റി കൗൺസിലിൽ ഈ വിഷയത്തിൽ ചർച്ചയാകുമ്പോൾ അത് വൻ ശക്തി രാജ്യങ്ങൾ തമ്മിലുള്ള വലിയൊരു വാക്പോരിനു കൂടി വഴി തുറക്കുമെന്നത് തീർച്ചയാണ്. വെനസ്വേലയിൽ അവശേഷിക്കുന്ന ജനങ്ങൾ ഈ രാഷ്ട്രീയ അട്ടിമറിയുടെ തെരുവിൽ എങ്ങനെ പ്രതികരിക്കുമെന്നത് വരും മണിക്കൂറുകളിൽ ലോകം ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നത്.